കഴിഞ്ഞിടെയാണ് കൊല്ലത്ത് CPM-ന്റെ വലിയ പാർട്ടി സമ്മേളനം അരങ്ങേറിയത്. ആളും ആരവുമായി പാർട്ടി സമ്മേളനം ഗംഭീരമായി തന്നെ നടക്കുകയും ചെയ്തു. എന്നാൽ പരിപാടിയും കഴിഞ്ഞ് പിരിയാൻ നേരം കർക്കശമായ ഒരു നിലപാട് CPM എന്ന പാർട്ടി തന്നെ കൈക്കൊള്ളുന്നുണ്ട്. അതായത് ഇനിയുള്ള ഒരു വർഷക്കാലം യാതൊരു തരത്തിലുള്ള വിവാദങ്ങളിലും ചെന്ന് പെടരുത് എന്നായിരുന്നത്. തീർന്നില്ല, വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം, എന്നിട്ട് വേണം വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ എന്നായിരുന്നു. പക്ഷേ ഗംഭീരമായി നടത്തിയ റോഡ് നിർമ്മാണവും അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഫ്ലക്സ് സ്ഥാപിക്കലുമൊക്കെ തകൃതിയായി നടന്നു. എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന അതേ റോഡ് അങ്ങനെ തന്നെ പൊളിഞ്ഞപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ഉയർത്തിയ ചോദ്യം പ്രസക്തമായി തെളിഞ്ഞു നിൽക്കുകയും മന്ത്രിപ്പട്ടം കെട്ടിയ സഖാവ് പിണറായിയുടെ മരുമോൻ തന്നെ വിവാദത്തിൽ ചെന്ന് ചാടുകയും ചെയ്തു. പിന്നാലെ വന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കട്ടക്ക് തോൽവിയും CPM എന്ന പാർട്ടി ഏറ്റുവാങ്ങിയതോടെ മുഖ്യമന്ത്രി അടക്കം സകല മന്ത്രിമാരും നട്ടം തിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ CPM-ന്റെ പരമ്പരാഗത വോട്ട് എവിടെയും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ CPM പിടിച്ചു നിൽക്കാൻ നോക്കി എങ്കിലും ഇതാ വരുന്നു കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നാട്ടുകാരടക്കം മാറ്റിയോടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് കണ്ടത്. ഇവിടെ മന്ത്രി വാസവനും ഉണ്ട്. ഇവിടെ ഒന്നും ഉത്തരം പറയാൻ ഒന്നുമില്ലാതിരുന്ന മുഖ്യമന്ത്രി നേരെ അമേരിക്കയിലേക്ക് പറന്നു. നീണ്ട ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും മുഖ്യൻ തിരിച്ചെത്തിയപ്പോഴിതാ ഇന്നലെ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥിയും മരിച്ചിരിക്കുന്നു. അതിനു മുൻപ് കീം റാങ്ക് ലിസ്റ്റിലെ വലിയ ക്രമക്കേട് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളുടെ രോഷവും പുകയുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചത് തികഞ്ഞ അനാസ്ഥ എന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിക്കും തികഞ്ഞ അനാസ്ഥ എന്ന് പറയേണ്ടിയും വന്നപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന 4 KSRTC ബസ്സുകൾ പോരാതെ വന്നു ഈ സർക്കാരിന്റെ മുഖം മിനുക്കാൻ. ഇത്തരത്തിൽ സഭ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യേണ്ടുന്ന തീർത്താൽ തീരാത്ത അനാസ്ഥയ്ക്ക് മുന്നിൽ മുഖ്യമന്ത്രി കണ്ടെത്തിയ ഏക മാർഗമാണ് ഇനി സഭ ഇപ്പോൾ അടുത്തെങ്ങും കൂടേണ്ട എന്ന്. ചുരുക്കം പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് സ്കോർ ചെയ്യാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയമസഭാ സമ്മേളനം വിളിക്കാൻ പേടിക്കുകയാണ്. അടുത്ത സെപ്റ്റംബറിലായിരിക്കും ഇനി സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക. 2 സമ്മേളനങ്ങൾക്കിടയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നീണ്ട ഇടവേള കൂടിയാണ് ഈ വരുന്നത്. 6 മാസത്തിലധികം ഇടവേള പാടില്ലെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. 13ാം സമ്മേളനം അവസാനിച്ചത് മാർച്ച് 25-നാണ്. ആ നിലക്ക് 14ാം സമ്മേളനത്തിനായി സെപ്റ്റംബർ 25-നകം സഭ ചേർന്നാൽ മതിയെന്നും സാങ്കേതികമായി സർക്കാരിന് വാദിക്കാം. അതേസമയം ദേശീയ തലത്തിൽ പാർലമെന്റ് ചേരാത്ത സമയത്ത് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന CPM കേരളം ഭരിക്കുമ്പോഴാണ് നിയമസഭ വിളിച്ചു ചേർക്കാൻ മടിക്കുന്നത് എന്നോർക്കണം.